അക്രഡിറ്റ് ഏജൻസികളുടെ രൂപത്തിൽ കരാർ മേഖലയിൽ ഒളിച്ചുകടത്തൽ ഉണ്ടാവുന്നുവെന്ന് KP നൌഷാദ് അലി MLA. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന് കീഴിലുള്ള സൊസൈറ്റി ഫോർ കോൺട്രാക്ടേഴ്സ് സോഷ്യൽ സെക്യൂരിറ്റിയുടെ ജില്ലാ ജനറൽ ബോഡി യോഗവും അംഗത്വ സ്വീകരണവും സർട്ടിഫിക്കറ്റ് വിതരണവും പൊന്നാനി ചന്തപ്പടി PWD റെസ്റ്റ് ഹൗസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ചെറിയ കരാറുകാർ ഫീൽഡ് ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കരാറുകാരിൽ നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്നും അദ്ദേഹം പറഞ്ഞു. KGCF ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് കുറ്റിപ്പുളിയൻ അധ്യക്ഷത വഹിച്ചു. KGCF സംസ്ഥാന സെക്രട്ടറി P. പ്രശാന്ത് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. സോഷ്യൽ സെക്യൂരിറ്റി സെക്രട്ടറി KM സഹദേവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി മാനേജർ PO ജോർജ് വിശദീകരണം നടത്തി. P. ബീബേഷ്, V. ഉണ്ണികൃഷ്ണൻ, KC മുഹമ്മദ് കുട്ടി, NV കുഞ്ഞിമുഹമ്മദ്, KP രമേശൻ, EP പുരുഷോത്തമൻ, P. ജിജേഷ്, MV ഭക്തവത്സൻ, എവറസ് ലത്തീഫ്, PS കുമാരൻ, CP പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. സോഷ്യൽ സെക്യൂരിറ്റി ഡയറക്ടർ VV അബ്ദുൽ സലാം സ്വാഗതവും E. ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര കമ്പനികൾ ദേശീയ തലത്തിൽ തന്നെ ലക്ഷം കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന കമ്പനികൾ സഹകരണ സംഘത്തിന്റെ രൂപത്തിൽ വരുന്ന വലിയ ഭീമന്മാർ, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ആളുകളാണ് ഈ രംഗത്ത് വ്യാപരിക്കുന്നത്. ചെറിയ ചെറിയ കരാറുകാരും അല്ലെങ്കിൽ നമ്മൾ വലിയ കരാറുകാരെന്ന് കരുതിയിരുന്ന ആളുകളൊക്കെ ഇന്ന് അവരുടെ ഫീൽഡ് ഉപേക്ഷിച്ച് മറ്റു പല മേഖലകളിലേക്കും പോകുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. കരാറുകാരുടെ ഒരു പശ്ചാത്തലം, അത് നമ്മുടെ ഒരു ചരിത്രം ഉത്ഭവിച്ച കാലം തൊട്ട് കരാറുകാര് ലോകത്ത് വലിയൊരു സാന്നിധ്യമാണ്. അത് പുരാതന കാലത്തുണ്ട്. മധ്യകാലഘട്ടത്തില് രാജാക്കന്മാരുടെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന പല ഇന്ന് കാണുന്ന രമ്യഹർമ്മ്യങ്ങളും കരാറുകാരും ശില്പികളും ഒക്കെ ചേർന്ന വലിയ മുന്നേറ്റത്തിന്റെ നിത്യസ്മാരകങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ. മിക്കതും വരുന്നത് അക്രഡിറ്റ് ഏജൻസികളുടെ രൂപത്തിലാണ്. അപ്പൊ അക്രഡിറ്റ് ഏജൻസികളിൽ അഫിലിയേഷൻ ഉണ്ടാക്കുക, വർക്ക് അക്രഡിറ്റ് ഏജൻസി ഏൽപ്പിക്കുക, അവരുദ്ദിഷ്ട കരാറുകാരന് നൽകുക, അങ്ങനൊരു കലാപരിപാടിയും ഈ രംഗത്ത് വ്യാപകമായി അരങ്ങേറുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണഭോക്താക്കളായ കരാറുകാരെ സംബന്ധിച്ചിടത്തോളം അവരതിനു വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്യും. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെ എതിർക്കും. ഈ രണ്ട് ടൈപ്പ് കരാറുകാരെയും ഞാൻ കാണാറുണ്ട്. ഏതായാലും അക്രഡിറ്റ് ഏജൻസികളെ പ്രവൃത്തി ഏൽപ്പിക്കുക എന്നുള്ളത് കൊണ്ട് സർക്കാരും അങ്ങനെ ഒരു നയം രൂപീകരിക്കുന്ന കാലത്ത് മുന്നോട്ട് വെച്ച ഉദ്ദേശശുദ്ധികളും ഒക്കെ കാറ്റിൽ പറക്കുന്ന ഒരു അവസ്ഥ അതുണ്ടാകാതെ നോക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.